ഹായ് ഹലോ എം.ആർ. പാലറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ കോഴികളല്ല. ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ കോഴിമുട്ടയ്ക്ക് പോയതായിരുന്നു. അവിടെ അങ്ങനെ കുറേ വെറൈറ്റി കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാടൻ കോഴികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടറിഞ്ഞ ഇതിൽ നമ്മളെ നാട്ടിൽ തന്നെയാണ്. അവിടെ പോയി നോക്കി. അപ്പോൾ പോയി നോക്കിയപ്പോൾ അവിടെ നമ്മളെ പുള്ളിക്കോഴികൾ ഉണ്ട്. പുള്ളിക്കോഴി ഇപ്പം ഞാൻ രണ്ടെണ്ണേ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ് പിന്നെ 10-25 പുള്ളിക്കോഴിൻ്റെ അടുത്ത് അവർ കൊടുത്തു പോയിന്ന്. അപ്പം പിന്നെ എനിക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എല്ലാ കളറും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ വെള്ളയും ചുമപ്പുമായിട്ടുള്ളതും കറുപ്പും വെള്ളയും അതിലെ തന്നെ പല മോഡലില്ലേ. ഈ കാണുന്ന പുള്ളിക്കോഴിക്ക് ഒരു ചുമപ്പ് കറുപ്പ് എല്ലാം കൂടെ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സംഭവം കാണാനേ. അപ്പോൾ അതിൽ തന്നെ ഫയോമി കോഴിയുണ്ട്. പിന്നെ ചാരപ്പട ഉണ്ടല്ലോ, ഈ ചാരപ്പടയൊക്കെ ഇപ്പോൾ അങ്ങനെ നമ്മൾ കാണില്ല, റെയറല്ലേ ഇപ്പോൾ അങ്ങനെ കാണുന്നതൊക്കെ. ഈ ഫയോമീൻ്റെ ഇതൊക്കെ നാടൻ പൂവനുണ്ടോ. അപ്പോൾ ഇത് പിന്നെ ക്രോസാണെന്ന് തോന്നുന്നു. ഇതൊന്നും കറക്റ്റല്ല. ഫയോമിയും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് ഫയോമീൻ്റെ പൂവൻ. അതവർ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അതാണ് പൂവൻ എന്നുള്ളത്. അപ്പം കൂട് നല്ലൊരു കൂടാണ്. അവർ ഈ സിമെൻറ്റ് കട്ട വെച്ചിട്ട് ചുറ്റുപാടും സിമെൻറ്റ് കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലായി കാണുന്ന തരത്തിലുള്ള ഇതാണ് കേട്ടോ ഇട്ടത്, കമ്പി. ആ ഒരു നെറ്റിൻ്റെ കമ്പി കൂടാണ്. അപ്പോൾ ഉള്ളിൽ പിന്നെ കോഴിക്കാട്ടത്തിൻ്റെ മണോ കാര്യമോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളിയായിട്ട് പിന്നെ നമ്മളവിടേക്ക് ചെന്നാൽ ആ ഒരു കോഴീൻ്റെ ഒരു ഏരിയ എന്ന് പോലും നമുക്ക് തോന്നില്ല. കാരണം അതുപോലെ ഒരു മണോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നിലത്തൊക്കെ ഈ നമ്മൾ ഈർച്ചപ്പൊടിയല്ല ഇട്ടത്. ഈർച്ചപ്പൊടി ഇടുന്നതിന് പകരം അവർ ചകിരീൻ്റെ പിന്നെ ഇതുണ്ടാവില്ലേ, ചകിരിച്ചോറ്, ആ ചകിരിച്ചോറ് വാങ്ങിയിട്ട് അതാണ് നിലത്തിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ പിന്നെ ഒരു വൃത്തിയോടോ കാര്യങ്ങളൊന്നുമില്ല. അവരിങ്ങനെ ഇലയൊക്കെ അങ്ങനെ നിലത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവർക്ക് കൊത്തി തിന്നാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അവർ. ആ ഭാഗമൊക്കെ ഈ കൂട്ടിൽ തന്നെ, ഈ വലിയ കൂട്ടിൽ തന്നെ ഒരു 3-4 കൂട് ആ ചുറ്റുപാടും ഉണ്ട്. കോഴികൾക്കൊക്കെ കയറി കൂടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അതും കുറച്ച് ഉയരത്തിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇവർക്ക് സുഖമായിട്ട് നടന്നു പോകാനും കാര്യത്തിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കണ്ടതിൽ കുറേ വെറൈറ്റി നല്ല ഭംഗിയുള്ള എല്ലാ കോഴികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുട്ടയെ വാങ്ങിയിട്ട് ഞാൻ ഇനിയും മുട്ടയ്ക്ക് അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവർക്ക് ഭയങ്കര ചിലവാണ് മുട്ടയ്ക്ക്. കാരണം ഇങ്ങനത്തെ പലതരം കോഴികളെയും കാര്യങ്ങളൊക്കെ കാണുന്നതിനെ കൊണ്ട് ആൾക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവർ ചുറ്റുപാടുള്ളവരും അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ വന്നോലും എല്ലാവരും ചോദിച്ചൊക്കെ വന്ന് വാങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പുള്ളിക്കോഴിക്കാണ് ഭയങ്കര ഡിമാൻഡ് പോലും അവർക്ക്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കോഴിൻ്റെ മുട്ടയ്ക്ക് പിന്നെ നല്ല വില ഉണ്ടെന്ന്. ഒരു 10-35 രൂപേൻ്റെ അടുത്തുണ്ട് പോലും. അതുപോലെ തന്നെ ഫയോമീൻ്റെ ഫയോമീൻ്റെ മുട്ടയ്ക്കും 40 രൂപ വരെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നത് കറക്റ്റ് ആവാനാണ് സാധ്യത. കാരണം ഒരു പിന്നെ എന്താ പറയുക, കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കേട്ടോ. അവരങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ അവരോട് ഇങ്ങനെ പറഞ്ഞ അറിവിലാണ് അവർ പറഞ്ഞത് കേട്ടോ. അവരങ്ങനെ പിന്നെ ഈ കോഴിമുട്ടയൊന്നും ആ ഒരു റേറ്റിലൊന്നും ഇതുവരെ കൊടുത്തില്ല. എന്നോട് പറയുകയും ചെയ്തു ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ ഈ കൂട് കണ്ടപ്പോഴും ഈ കൂട്ടിലുള്ള കോഴികളെ കണ്ടപ്പോഴും നമുക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കൂടെന്ന് പറഞ്ഞാൽ നല്ലൊരു സൗകര്യത്തിലുള്ളത്, ഒരുപാടൊന്നും വിശാലമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൽ ഈ കോഴികൾക്ക് അത്യാവശ്യത്തിന് നടക്കാനും ഒക്കത്തിനും പാകത്തിനുള്ള കൂടാണ്. പിന്നെ അതുപോലെ ഇതിറ്റങ്ങൾക്ക് കയറി കൂടാനുള്ള ആ കൂടും അതൊക്കെ മരത്തിൻ്റെ കൂട് തന്നെയാട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ കുറച്ച് ഉയരത്തിൽ പൊന്തിച്ചാട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഈ കൂട്ടിൽ തന്നെ ഉണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മണോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള കൂടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ.